ബിജുവിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിവരങ്ങൾ കൃത്യമായി പറയേണ്ടത് ആശുപത്രി അധികൃതരാണ്. ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളില്ല എന്നാണ് നേരത്തെ ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. എന്താണ് എന്നുള്ളതൊക്കെ പറയേണ്ടത് സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ നിന്നാണ്. ഡോക്ടേഴ്സ് പരിശോധിച്ച ശേഷം മാത്രമേ എന്താണ് നിലവിലെ സാഹചര്യം, അവസ്ഥ എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ബിജുവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഹൃദയമിടിപ്പില്ല എന്നൊക്കെ അടക്കമുള്ള വിവരങ്ങൾ പ്രാഥമികമായ ഘട്ടത്തിൽ തന്നെ ഡോക്ടർ നൽകിയതാണ്. പക്ഷേ അന്തിമമായി ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടത് അത് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ്. ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് ബിജുവിൻ്റെ ഭാര്യ സന്ധ്യയെ എത്തിച്ചത്. അവിടെ നിന്നും നൽകിയ പ്രാഥമിക ചികിത്സ അതിൽ തന്നെ പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഇടതുകാലിനേറ്റ ഗുരുതരമായ പരിക്ക്, ഒപ്പം തന്നെ മറ്റ് കാലിനുമേറ്റ പരിക്കുകളൊക്കെ തന്നെ അവരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ നൽകണം എന്ന തീരുമാനം അവിടെ നിന്ന് ലഭിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് സന്ധ്യയെ മാറ്റിയത്. പക്ഷേ അപ്പോഴും സമാന്തരമായി അവിടെ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരുന്നിരുന്നു. അത് ബിജുവിനെ പുറത്തേക്ക് എടുക്കാനായിരുന്നു. ഇപ്പോൾ ബിജുവിനെയും പുറത്തെത്തിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക്, അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും അലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലൻ, കേൾക്കാമെങ്കിൽ അവിടെ ഇപ്പോൾ ബിജുവിനെയും താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അന്തിമമായുള്ള വിവരങ്ങൾ എന്താണ്, ആരോഗ്യസ്ഥിതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് ആശുപത്രിയിൽ നിന്നാണ്. അവിടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? ഇവിടെ നിലവിൽ 5 കുറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിനെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിന് മുൻപാണ് ഇവിടെ നിന്നും ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഈ വലിയ ബീമുകളടക്കം വീണ് കിടന്നിരുന്നത് ഈ ബിജുവിന്റെ പുറത്തായിരുന്നു. അതുകൊണ്ട് വലിയ ശ്രമമെടുത്താണ് ബിജുവിനെ ഈ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വിദഗ്ധരടങ്ങുന്ന ഡോക്ടർ സംഘം, വിവിധ വിഭാഗങ്ങളുള്ള ഡോക്ടർമാരടങ്ങുന്ന സംഘം പരിശോധന നടത്തുകയാണ്. ഇവിടെ നിന്ന് ഇതിനുശേഷം വേണം ഇത് വ്യക്തമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയെ പറ്റി നമുക്ക് അറിയാൻ. ഇവിടെ ഇടുക്കി SP, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.